എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇവിടെ ചെയ്യുന്നത് പഴയ കാലത്തെ ഒരു സ്നാക്കാണ്. ഇത് മുറുക്കൊക്കെ പോലെ നല്ല കറുമുറാന്ന് ഇരിക്കും. പലർക്കും അറിയാവുന്ന ഒരു സ്നാക്കാണിത്. ഇതിന് കളിയടയ്ക്ക എന്ന് പറയും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒട്ടും കട്ടയില്ലാത്ത അരിപ്പൊടിയാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പാകത്തിലാണ് ഇവിടെ അരിപ്പൊടി പൊടിച്ചെടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകം ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും. ഞാനിവിടെ ജീരകം വെറുതെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ചതച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ജീരകവും ഉപ്പും ചേർത്ത അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഈ പൊടിയിലേക്ക് 2 സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇതിലും ഒട്ടും കുറയ്ക്കണ്ട, കുറച്ചും കൂടെ കൂടിയാലും നല്ലതാണ്. ബട്ടറിന് പകരമായിട്ട് നെയ്യ് ഉപയോഗിക്കാം. നെയ്യ് ഉപയോഗിച്ചാലും ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതൊന്ന് വെറുതെ ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് കുഴയ്ക്കുന്ന സമയത്ത് ബട്ടർ ഈ കൂട്ടിൽ നന്നായിട്ട് മിക്സായി കിട്ടിക്കോളും. ഈ പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എടുത്തിരിക്കുന്ന പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് വെള്ളവും വേണ്ടത്. തിളച്ച വെള്ളം പൊടിയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ കളിയടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂട്ടിവിടെ കൈകൊണ്ട് തൊടാൻ പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ചേരുവകൾ ചേർത്തെന്നല്ലാതെ ബാക്കിയെല്ലാം ഇടിയപ്പത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. കൂട്ടെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് ബോളുകളാക്കി മാറ്റാം. നമുക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ വലുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറിയ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത് വറുത്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ബോളും ഏകദേശം ഒരേ ഷേപ്പാക്കി നമുക്ക് മാറ്റാൻ പറ്റും. കുഴച്ചു വെച്ച മാവെല്ലാം ഇപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തീരെ ചെറിയ ബോളാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ വലുതായാലും കുഴപ്പമൊന്നുമില്ല. വറുത്ത് വരുമ്പോൾ ഇതിൻ്റെ അകം പൊള്ളയായിട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത സമയത്ത് തീ കൂട്ടിയായിരുന്നു ഇട്ടിരുന്നത്. ബോൾ ഇട്ടതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കാം. കറക്റ്റ് പാകത്തിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുമെന്നോ പൊട്ടിപ്പോകുമെന്നോ ഉള്ള ടെൻഷനൊന്നും വേണ്ട. എല്ലാ ഭാഗവും ഒരുപോലെ വറുത്ത് കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഈ ഒരു കളറാകുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും. ഇത് ഒട്ടും ഹാർഡല്ല. കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു പഴയകാല പലഹാരമാണ്. കളിയടയ്ക്ക ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ചൊന്നും പുറത്തൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ ചേരുവകളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കാണുന്നതാണ്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിലധികം കളിയടയ്ക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. ഇതിൻ്റെ അകം ഇതുപോലെ നല്ല പൊള്ളയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.